കാരണം നമ്മളിപ്പോൾ 365 ഇപ്പൊ ഇന്ന് എനിക്ക് വീഡിയോയിൽ നല്ല റീച്ച് ഉണ്ടെന്ന് വിചാരിക്കുക, സെയിം തന്നെ 365 ഇപ്പത്തെ തൊട്ട് ലാസ്റ്റത്തെ ആ ഫസ്റ്റ് ഡേ എനിക്ക് നല്ല വ്യൂ ഉണ്ട്. ഞാൻ നാളത്തേക്കിന് പോകുമ്പോൾ എനിക്ക് ആദ്യത്തേതിൽ നിന്നൊന്ന് കട്ടാകും, ഒരു ദിവസം കട്ടാകും, മനസ്സിലായോ? അപ്പൊ അങ്ങനെ വ്യൂ പൊക്കോണ്ടിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കറിയില്ല ഇങ്ങനെ വന്നാലും പറഞ്ഞു തരുമോന്ന്. അത് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇടുവാണെങ്കിൽ പറഞ്ഞില്ലേ 10 മില്യൺ വാലിഡ് ഷോർട്ട് വ്യൂ കിട്ടിയാൽ മതി. അത് 365 ദിവസം അല്ല, 90 ദിവസത്തെ ടൈമേ ഉള്ളൂ. 90 ദിവസത്തിൽ ഈ പറഞ്ഞ 10 ലക്ഷം വ്യൂ കംപ്ലീറ്റ് ആയാലും 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആകും. മനസ്സിലായോ? അതായത് ആഡ് കയറും, നിങ്ങളുടെ വീഡിയോയിൽ ആഡ് കയറിയ അല്ലാതെ ആഡ് വരും, പക്ഷെ ആ ആഡിന്റെ ബെനിഫിറ്റ് പോകുന്ന യൂട്യൂബിനാണ്. അല്ലാണ്ട് നിങ്ങളുടെ ചാനലിൽ ആഡ് കയറി ആ ആഡിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഇതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്, നിങ്ങൾ ഇടുന്ന വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു 3-4-5 വീഡിയോ അങ്ങനെയൊക്കെ ചിലർക്ക് ഇടാൻ പറ്റണമെന്നില്ല. പക്ഷെ ഡെയിലി ഒരു ഷോർട്ട് എങ്കിലും വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. മെയിൻ വീഡിയോ ഒരു വീക്ക്ലി ഒരു 2 മെയിൻ വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ഒട്ടും പറ്റിയില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങൾ ഇടുന്ന വീഡിയോസ്, ഇപ്പൊ ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നിറയെ വീഡിയോസ് ഉണ്ട്. ഇപ്പൊ ഒരു സാധനത്തിന്റെ റിവ്യൂ കാണാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ച് അറിയാനായിട്ടോ എന്ത് കാര്യം ആയിക്കോട്ടെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു വീഡിയോ കാണണം എന്ന് ആർക്കും ഇല്ല. മനസ്സിലായി? കാരണം ഇൻഫർമേഷൻ ഭയങ്കര കൂടുതലാണ്, എല്ലാത്തിനെ കുറിച്ചിട്ടും നിറയെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയേണ്ടത് നമ്മളെ അവിടുന്ന് വ്യത്യസ്തമാക്കിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്താൽ മാത്രമാണ് അതായത് എൻ്റെ എക്സ്പീരിയൻസ് ഒരിക്കലും ഏതെങ്കിലും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടില്ല. അത് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടാലേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും റിവ്യൂ ചെയ്യുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്ളോഗ് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകുന്ന എക്സ്പീരിയൻസും നിങ്ങൾ കാണുന്ന കാഴ്ചകളും നിങ്ങളുടെ ആ ഒരു സന്തോഷമല്ല നിങ്ങളുടെ വ്ളോഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മാത്രമേ കാണുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എപ്പോഴും ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഇനി പോകെ നമ്മുടെ ചാനലിലേക്ക് ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വീഡിയോ ഇടുന്നതാണെന്നുണ്ടെങ്കിൽ പോലും കണ്ടന്റുകൾ ആളുകൾ വന്ന് കാണുകയുള്ളൂ. കാരണം ആർക്കും ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ കണ്ടന്റ് കാണണം അല്ലെങ്കിൽ ഇത് ഞാൻ ഇട്ടതല്ലേ അതുകൊണ്ട് കണ്ടു, അങ്ങനെ ഇല്ല. മനസ്സിലായി? ഈവൻ ആരെങ്കിലും കൈ തട്ടി നമ്മുടെ ചാനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോലും ആ ഒരു 5-10 സെക്കൻഡ് നമ്മൾ അവരെ ഇത് കൊള്ളാം അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റി അവരെ അതിനകത്ത് ഹോൾഡ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വാച്ച് അവറും കയറി നമ്മുടെ അതായിട്ട് സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. 4 പേര് നമ്മുടെ വീഡിയോ ആദ്യം എടുത്ത് കണ്ടു, അവർ സ്കിപ്പ് ചെയ്ത് വിട്ടു. ചിലപ്പോൾ നല്ലതായിരിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും ആവാം. സ്കിപ്പ് ചെയ്ത് വിട്ടാലും നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സാധനം കുറയും. മനസ്സിലായോ? ചാനൽ പേജിലും ഫീഡിലും ഒക്കെ വരുന്ന വളരെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോയുടെ